ഇപ്പം ഇപ്പം ഇന്ന് ജനറൽ ഹോസ്പിറ്റലിൽ പോയി. ഈ ആപ്പ് വഴി സാധനം ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറെ അടുത്തൊരു വല്ല ലാപ്ടോപ്പോ അല്ലെന്നുണ്ടെങ്കിൽ വല്ല ടാബോ എല്ലാം വെച്ചിട്ട് പുള്ളി അതിനകത്ത് വെച്ചിട്ട് നമ്മളെ ടോക്കൺ വിളിച്ചാൽ മതി. എന്നിട്ട് അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അസുഖം എന്താണെന്ന് വെച്ചാൽ വിവരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആപ്പ് ആയ സ്ഥിതിക്ക് പുള്ളി എക്സ്റേ എഴുതിയതാണ് ഇന്ന്. എക്സ്റേ അയച്ച് അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് അതിനകത്ത് ആപ്പിൽ നിന്ന് തന്നെ നമുക്ക് പേ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാം. ഇതിനു വേണ്ടി കുറേ ആൾക്കാരെ ഇരുത്തി പേയ്മെൻറ്റ് കളക്ട് ചെയ്യാനായിട്ട് അവിടെ ക്യൂ നിന്ന് ഇവിടെ ക്യൂ നിന്ന് നമ്മൾ ശരിക്കും ഇവിടെ നിന്ന് പേ ചെയ്തിട്ട് നേരെ എക്സ്റേ എടുത്തുകൊടുത്തിട്ട് പോയാൽ മതി. എക്സ്റേ എടുത്തുകൊടുത്തിട്ട് പോയിട്ട് നമ്മൾ പോയി അവർ വിളിക്കുന്ന അവൾ പേയ്മെൻറ്റ് കൊടുത്തുമ്പോൾ അവർ നമ്മൾ ഈ UHID കാണിച്ചാൽ മതി. UHID കാണിച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് അടച്ചാൽ മതി. അവർ പോയി എക്സ്റേ എടുത്തിട്ട് നമ്മളെ എവിടെ ഇരുത്തുക. ശരിക്കും പറഞ്ഞാൽ രണ്ടാമത് നമ്മൾ ഡോക്ടറെ കാണേണ്ട ആവശ്യം പോലില്ല. ഡോക്ടർ അവിടെ നിന്ന് ഓൺലൈനിൽ ഈ സാധനം കാരണം ഡിജിറ്റൽ എക്സ്റേയാണ് ഇപ്പോൾ അവിടുത്തെ ഇരിക്കുന്ന ഡിജിറ്റൽ എക്സ്റേയാണ്. ഡോക്ടർ ഇത് കണ്ടും വെച്ച് അവിടുന്ന് എഴുതി വിട്ടാൽ മതി. ഇന്ന മരുന്ന് എന്ന് പറഞ്ഞ് എഴുതി വിട്ടാൽ മതി. ഇൻ കേസ് അത്ര എമർജൻസി കേസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഡോക്ടറെ പോയി കണ്ടാൽ മതി. ഡോക്ടർ അവിടുന്ന് ആപ്പിൽ നോട്ടിഫിക്കേഷൻ വിട്ടാൽ മതി. നമ്മൾ അന്നേരം അവിടെ റെക്കോർഡ് നമുക്ക് എപ്പോൾ നോക്കി കാണാനും പറ്റും. അത് ലോഗിൻ തന്നാൽ മതി. എനിക്കിപ്പോഴും കാണാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത ഏത് ആശുപത്രി പോലും കാണാൻ പറ്റുന്ന. അപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? ഇത് സെൻട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആശുപത്രിയിൽ നിന്ന് അപ്പുറത്തെ ആശുപത്രി ചിലപ്പോൾ വീണ്ടും എടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? എല്ലാം പറയും ആ സ്കാനിങ് അല്ല, ഞങ്ങളിവിടെ വേറെ സ്കാനിങ്. ഇതിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമേ അവരതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കണക്ട് ചെയ്യണമെന്നേ. അതാ പറഞ്ഞ ഫുൾ ലിങ്ക് ചെയ്യണം. പക്ഷെ വേറെ പ്രശ്നമുള്ള എന്നാ അറിയോ? ഈ പല ആശുപത്രിയിൽ ഇരിക്കുന്ന സ്കാനിങ് മെഷീൻസ്, എക്സ്റേ മെഷീൻസ് ഒക്കെ പല ക്വാളിറ്റിയാ. അതായത് സ്റ്റാൻഡർഡൈസ് ചെയ്യണം. ഒറ്റ ഒരു സാധനം പാടുള്ളൂ. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡേൺ 4K 8K ക്വാളിറ്റിയിലല്ല ഇപ്പോൾ ഇരിക്കുന്നത്. അതെന്ന് പറയുന്നത് 1080p ക്വാളിറ്റിയിലുള്ള 120 ഒക്കെ ഉള്ളെന്ന് പറയുന്നത് ചിലടത്തേക്ക്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നും പറയുന്നുണ്ട്. ചിലടത്തേക്ക് ഇപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധനം കൊണ്ടായിരിക്കുന്നത്. അപ്പൊ എന്താ പറ്റുന്ന വെച്ചാൽ രോഗനിർണയത്തിന്റെ സാധ്യതകൾ കുറയും. അത് ചിലടത്തൊക്കെ കാൽക്കുലേഷൻ പോലും ചെയ്യാതിരുന്നിട്ട് നമുക്ക് തെറ്റുന്നുണ്ട്. ECG മെഷീനൊക്കെ പലതും റോങ്ങാ. ഇതെല്ലാം തെറ്റാ. അപ്പൊ എന്നാന്ന് വെച്ചാല് പലയിടത്തും പല മെഷീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ മെയിൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ പറയും ഞങ്ങൾ അത് എടുക്കത്തില്ല, നമുക്ക് ഇതിനകത്ത് വേറെ വേണമെന്ന് പറയും. കാരണം എന്താ? മറ്റിടത്തെ മെഷീൻ പോട്ടെ, നല്ല മെഷീൻ എടുത്താണോ ചീത്ത മെഷീൻ എടുത്താണോ നമുക്കറിയാത്തതുകൊണ്ട് വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ അവർ പറയും അതോടെ എടുക്കത്തില്ലെന്ന് വെറുതെ നമ്മുടെ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഉപയോഗിക്കുന്ന എല്ലാ ഹോസ്പിറ്റലുകളും ഇതിപ്പം ഓരോ ഹോസ്പിറ്റലും അവരവർക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിന്റെ സാധനം വെച്ച് അവർക്ക് കമ്മീഷൻ കിട്ടുന്നതനുസരിച്ച് അവർ മേടിച്ചങ്ങ് വെക്കുകയോ ചെയ്യും. ഇത് അതല്ല ചെയ്യേണ്ടത്. ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് എല്ലാ ഹോസ്പിറ്റലും എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഇപ്പം എം ഹെൽത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ എം ഹെൽത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇത് അല്ലെങ്കിൽ ഇ ഹെൽത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എല്ലാ പ്രൈവറ്റിനും ഗവൺമെന്റിനും അതേപോലെ ഈവൻ ക്ലിനിക്കുകൾക്കും അതേപോലെ ഫാർമസിക്ക് എന്താ ഫാർമസിയിലുള്ള ഗുണമെന്നറിയോ? ഈ ഫാർമസിയിൽ സെൻട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിസ്ക്രിപ്ഷൻ പിന്നെ ഇല്ലാതെ കൊടുക്കാൻ പറ്റത്തില്ല. അല്ല, പ്രിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ ഡോക്ടറുടെ ആപ്പിനകത്ത് കാണാം. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാനും പറ്റത്തില്ല. നിബന്ധന നമുക്ക് കർശനമാക്കാൻ പറ്റും. ഒരു കാരണവശാലും വേറെ അടുത്ത് പോയി മേടിക്കാൻ. പ്രൈവറ്റ് ലാബുകളെ ഇതിനായിട്ട് അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഉണ്ടല്ലോ സൈക്കാട്രിക് മെഡിസിൻ വേണമെന്നുണ്ട് ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ട് പിന്നെ വേറെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിക്കുന്നുണ്ട് ആൾക്കാർ. അതുകൊണ്ടാണ് ഇവിടുത്തെ ഡ്രഗിന്റെ യൂസ് കൊടുക്കുന്നത്. അതെ, അപ്പൊ അത് നടക്കാതെ വരും. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞ ഗവൺമെന്റ് ഇപ്പൊ ഡെവലപ്പ് ചെയ്യുക എം ഹെൽത്ത് എന്ന് പറയുന്നത് മാത്രമല്ല. വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഈ ഡോക്ടർമാര് എഴുതി തള്ളുന്നെന്ന് പറയുന്നില്ലേ, ആ സംഭവത്തിനും ഒരു പിടുത്തം വരും. കാരണം ഏതെങ്കിലും ഡോക്ടർ പ്രത്യേകം എഴുതുന്നുണ്ട്. ശരിക്കും പറഞ്ഞ കേരള ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്യുന്ന എം ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഗമട്ട സാധനമാണ്. പക്ഷെ അതിന് പ്രാവർത്തികമായിട്ട് വരുമ്പോൾ അത്ര മെച്ചമില്ലല്ലോ. പ്രാവർത്തികമായിട്ട് അതിനകത്ത് വന്നു. തനിക്കിപ്പോ എന്തൊക്കെ ഫെസിലിറ്റിയാണ് കിട്ടിയത്? ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇൻക്ലൂഡ് ചെയ്ത് ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ട്. തനിക്ക് ബുക്ക് ചെയ്യുന്ന ടൈം അടക്കം വരും. തന്നോട് എത്ര മണിക്ക് അല്ലാനാ പറഞ്ഞത്? ബുക്ക് ചെയ്യുന്നത് 9:30 പറഞ്ഞത്. എന്നിട്ട് 9:30 എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്തു? ഒന്നും വെയിറ്റ് ചെയ്തില്ല. അപ്പൊ തന്നെ കയറി കണ്ടു. എന്നോട് ചോദിച്ചു എത്ര ടോക്കൺ? 9:35 ആയപ്പോഴേ ഞാൻ ചെന്നത്. എന്നോട് 9:30 അല്ലാനാ പറഞ്ഞത്. 9:35 ആയപ്പോൾ ചെന്നപ്പം അവിടെ 90 ആയി നമ്പർ. ഇപ്പൊ 90 എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള ആൾക്കാർ പലതും വരുന്നില്ല, അതുകൊണ്ടാണ് 90 ആയത്. അപ്പൊ എന്നോട് ചോദിച്ചു പിന്നെ നമ്പർ. ഞാൻ 60 നമ്പർ എന്ന് പറഞ്ഞു. 60 നമ്പർ എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ വെയിറ്റ് ചെയ്യാം. ഏറ്റവും ഫ്രണ്ട് അതിനകത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ ആൾക്കാർ കണ്ടോണ്ടിരിക്കുകയാണ്, ഇപ്പൊ കയറാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു എന്നെ അകത്ത് കയറ്റി. അവിടെ നാളെ ഇറങ്ങിയപ്പോൾ തന്നെ അകത്ത് കയറി ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പൊ വൈകിട്ടായ വേറൊരു കാര്യം, എനിക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല എന്നുള്ളത് മാത്രമല്ല, ടൈം തനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? എനിക്ക് സെലക്ട് ചെയ്യാം. ടൈം സ്ലോട്ട് എനിക്ക് സെലക്ട് ചെയ്യാം. എം ഹെൽത്തിന്റെ ആപ്പില് ടൈം സ്ലോട്ട് എനിക്ക് സെലക്ട് ചെയ്യാം. അപ്പോയിന്റ്മെന്റ് മാത്രം അപ്പൊ പെർഫെക്റ്റ് ആയി.
ഇത് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ അവിടെ ചെന്നിട്ട് ആവശ്യമില്ലാതെ ക്രൗഡ് ഉണ്ടാക്കിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് എന്താ പറയാ, ഞാൻ ഈ ട്രാൻസ്പെറൻസി പറഞ്ഞത് ഓരോ ബുക്കിങ്ങും എന്ത് സാധനമാണേലും അത് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ടൈം കൂടെ നോക്കി ബുക്ക് ചെയ്താൽ എല്ലാ സമയത്തും ഈ ട്രാൻസ്പോർട്ടേഷനിൽ ആള് കാണും. പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ രാവിലെ എല്ലാം കൂടെ 9 മണിക്ക് തള്ളി കയറത്തില്ല. ഇത് പലയിടത്തും എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ അങ്ങ് ഇറങ്ങും, ആശുപത്രി പോയാൽ വേറെ അവിടെ പോയി കുത്തിയിരിക്കും. എന്റെ ഒരു ഐഡിയ ഞാൻ എത്രയും പറയാം. ഇതിനകത്ത് ഇപ്പം അപ്പോയിന്റ്മെന്റ് മാത്രം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. എവർക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഈ ടെസ്റ്റുകൾ, അതേപോലെ പിന്നെ ഇത് ബിൽ പേയ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ ഇതിനകത്ത് ഈ പിന്നെ ഫാർമസി ഉണ്ട്, അത് ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ ഫാർമസി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞേക്കുന്ന മരുന്നില്ലേ, അത് ഏറ്റവും അവൈലബിൾ ആയിട്ട്, ഏറ്റവും ചീപ്പായിട്ട്, ഏറ്റവും കോസ്റ്റ് ആയിട്ട് വരെ കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റും. അതെ. അപ്പം നമ്മൾ നോക്കുക, എൻ്റെ വീടിനടുത്തുള്ള ഏറ്റവും അടുത്ത മെഡിക്കൽ സ്റ്റോറിൽ ഇന്ന വില, മറ്റിടത്ത് ഇന്ന വില. ഇവിടെ 3 വിലയിൽ മരുന്നുണ്ടല്ലോ. അപ്പൊ എവിടെ നിന്ന് വേണേലും ജൻധനിൽ ഒരു വില. അതെ, അത് എവിടെ നിന്ന് മേടിക്കണമെന്ന് വെച്ചാൽ അവിടെ തന്നെ മേടിക്കാൻ വേണേൽ അവിടെ നിന്ന് വേണേൽ ഓൺലൈൻ ഡെലിവറി വരെ കിട്ടും. അതെ, ഓൺലൈൻ അല്ല, ഈ മറ്റേ ഈ കാർട്ടോ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ, അതുവഴിയൊക്കെ ഡെലിവറി വരെ ചെയ്ത് കിട്ടും. അതാ ഞാൻ പറയാം, അത്രയും പൊട്ടൻഷ്യൽ ഒരു ആപ്പ് അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അതായിട്ടില്ലല്ലോ. അത് ശരിക്കും കൂടുതൽ ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇതാണ്. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിലെ ബെഡ് അടക്കം നമ്മൾ കാണണം. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ സർജറി, ഈ പറഞ്ഞ ICU ഇട്ടേക്കുന്ന പേഷ്യന്റ് ആരും പുറത്തൊന്നും കുത്തിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? സർജറി വരെ നമ്മൾ കാണണമെന്നാണോ? അത് നമ്മളെന്താ കാണണ്ടാത്ത? നമ്മുടെ പേഷ്യന്റ് അകത്ത് കിടക്കുന്ന കാണണം, അവർക്ക് കൊടുക്കുന്ന സർവീസ് കാണണം. നമ്മളവിടെ കുത്തിയിരിക്കണ്ടതിന് പേഷ്യന്റ് ഇട്ടിട്ട് അവർക്ക് പണിക്ക് പോവാം. മനസ്സിലായോ? ബാക്കിയുള്ള പണികളെല്ലാം ഭംഗിയായിട്ട് നടക്കും. ഇവര് മോണിറ്റർ ചെയ്താൽ മാത്രം മതി. ഇവർക്ക് CCTV കണ്ടോണ്ടിരുന്നാൽ. ഇൻഷുറൻസിലൊക്കെ ആണെങ്കിൽ പിന്നെ കൂടിയിരിക്കുന്ന ആൾക്ക് 4000 രൂപ വരെ കിട്ടുന്ന സ്കീമൊക്കെ ഉണ്ടല്ലോ. അത് പാടില്ല, അത് നഷ്ടമാണ്. എന്ന് വെച്ചാൽ അത്രയും സമയം അവിടെ വേസ്റ്റ് ആക്കുമല്ലേ ഒരാൾ. എന്തിനാ ബൈസ്റ്റാൻഡർ? എന്തിന്? സ്റ്റാഫ് അവിടെ ഉണ്ട്. അല്ല, അത് വേറെ. കഴിഞ്ഞ ദിവസം എനിക്കിപ്പം പിന്നെ എനിക്ക് വയറ് കേടായിട്ട് ഞാൻ നിലമ്പൂർ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡ്രിപ്പ് ഇടാൻ വേണ്ടി ബൈസ്റ്റാൻഡർ ഇല്ലെങ്കിൽ ഡ്രിപ്പ് ഇടില്ലെന്നാണ് പറഞ്ഞത്. അതാ പറഞ്ഞത്, ഇവിടുത്തെ കുഴപ്പം ഇതൊക്കെയാണ്. ഈ സിസ്റ്റം ഫെയിലറാ. ഞാൻ ചാഴാൻ കിടക്കുക, ഇവരെ പോയി ഡ്രിപ്പ് ഇടില്ല. ഇടും. ആ കണ്ടീഷൻ മാറുന്ന ചെയ്യും. തനിക്ക് ഇത്തിരി ഹെൽത്ത് ചെയ്യാൻ തോന്നിയതുകൊണ്ട് താൻ തലയിറങ്ങി വീഴുവാണെങ്കിൽ അവിടെ ഇടും. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നിയമമുണ്ട്. ഗവൺമെന്റ് ആശുപത്രിയിൽ ബൈസ്റ്റാൻഡർ ഇല്ലാതെ പേഷ്യന്റ് എടുക്കരുതെന്നൊക്കെ പറയും. പക്ഷെ കണ്ടീഷന് മോശവും എമർജൻസി സിറ്റുവേഷൻ ആണ് എടുത്തേ പറ്റത്തുള്ളൂ. അവരെ നോക്കിയും കണ്ടോ ചെയ്യുന്നത്. ആക്സിഡന്റ് കേസ് വരുമ്പോൾ ആരും കൂടെ വന്നില്ലല്ലോ അവരെടുത്ത്. അതൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പം ലോറി കൊണ്ട് ഇന്ത്യ മുഴുവൻ പോകുന്നവനാ. ഇപ്പൊ എനിക്ക് ബൈസ്റ്റാൻഡർ വേണം, ഞാൻ വീട്ടിൽ നിന്ന് അതിന് വേണ്ടി ആളെ വിളിച്ചു തരാൻ പറ്റും. അതാ പറഞ്ഞത്, ഇവിടെ ബൈസ്റ്റാൻഡർ അതാ പറഞ്ഞത്, ആക്സിഡന്റ് ഒക്കെ ഹാൻഡിൽ ചെയ്തേ പറ്റത്തുള്ളൂ. അതൊക്കെ അപ്പം തന്നെ പിടിച്ചെടുത്ത് ഇട്ട് ലൈഫ് സേവിങ് പരിപാടികളൊക്കെ ചെയ്യും. പക്ഷേ അല്ലാത്ത കേസൊക്കെ ഇവർ ബൈസ്റ്റാൻഡർ നോക്കിയും കണ്ടു ഇത് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഒരു പേഷ്യന്റ് അങ്ങ് അഡ്മിറ്റ് ആക്കിയെന്ന് വിചാരിക്കുക. അഡ്മിറ്റ് ആക്കിയാൽ പിന്നെ ബൈസ്റ്റാൻഡർ ആ പ്രദേശത്ത് കാണരുത്. ആശുപത്രി തിക്കും തിരക്കും ഉണ്ടാകത്തില്ല, ആവശ്യമില്ലാത്ത ഇൻഫെക്ഷൻസ് പടരത്തില്ല, പേഷ്യന്റ് സേഫായി. ഈ പേഷ്യന്റ് ബൈസ്റ്റാൻഡർക്ക് ക്യാമറ കണ്ടോണ്ടിരിക്കാം, മരുന്ന് കൊടുക്കുന്നതിന്റെ അപ്ഡേഷൻ സിസ്റ്റത്തെ കാണാൻ പറ്റണം. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ പിന്നെ ഞാനിപ്പോ അങ്ങനെ ട്രീറ്റ് ചെയ്തുള്ള രസം എന്നാണെന്നറിയോ? ഏതെങ്കിലും ഡോക്ടർമാരുടെ പരാജയം ഉണ്ടെങ്കിലും, ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് പോരെങ്കിലും പബ്ലിക് ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ആയതുകൊണ്ട് എല്ലാവരും പുരോഗമിക്കുകയും ചെയ്യത്തുള്ളൂ. അല്ലാതെ ആർക്കും അപകടം ഉണ്ടാകത്തില്ല. ഇപ്പൊ ഡോക്ടറുടെ ജോലിയൊന്നും പോകത്തില്ല. ആ ഡോക്ടർ കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? മറ്റു ഡോക്ടേഴ്സ് അതിനകത്ത് ഇന്റർഫിയർ ചെയ്യും ചിലപ്പോൾ. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ തനിക്ക് ഒരു ഡോക്ടർ ചികിത്സിച്ചുകൊണ്ടിരിക്കുക, അതിന് പിഴവ് സംഭവിക്കാതെ മറ്റു ഡോക്ടർമാർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് അറിഞ്ഞ് ഹെൽപ്പ് ചെയ്താൽ മതി. അത് ഭയങ്കര ഡെവലപ്മെന്റാണ് ഉണ്ടാകുന്നത്. ട്രാൻസ്പെറൻസിയിൽ ഡെവലപ്മെന്റേ ഉള്ളൂ. ഞാനിപ്പോൾ അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്നില്ലേ കഴിഞ്ഞ വർഷം കിടന്ന സമയത്ത് ഞങ്ങൾ അവിടെ കിടക്കുക. എന്തിനാ? വെളുപ്പിന് 3 മണിയാകുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ കൊണ്ട് കൊടുക്കണം. ബില്ല് പേ ചെയ്യണം, കാര്യം ശരിയാണ്. പക്ഷെ നമ്മൾ പിന്നെ പണ്ടൊക്കെ ഞങ്ങളുടെ അവിടുത്തെ ഹോസ്പിറ്റലിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ വന്ന് കളക്ട് ചെയ്ത് അവർ കൊണ്ടുപോയി റിസൾട്ട് തരുമല്ലേ. ഇവിടെ എന്നിട്ട് നമ്മൾ പേഷ്യന്റ് ബൈസ്റ്റാൻഡറെ കൊടുത്തു വിടും. എന്നിട്ട് നമ്മൾ പിന്നീട് പൈസ കൊടുത്താൽ മതി. നമ്മളോട് പറയും ഇന്ന ടെസ്റ്റുകളൊക്കെ ഉണ്ട്, ഇന്ന ഇത്ര തുകയാവും. ഇപ്പൊ എന്റെ അമ്മയ്ക്കാണെങ്കിൽ ഇപ്പം പിന്നെ യൂറിൻ സ്റ്റോണിന്റെ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ മാലിക്കൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പണ്ട് കിടന്നിട്ടുണ്ട്, ചെറുതിലേക്ക് കിടന്നിട്ടുണ്ട്. അപ്പോൾ അവർ രാത്രിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ടെസ്റ്റുകളൊക്കെ വേണ്ടി വരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് പറയും ഇന്ന പൈസയാവും, ഞങ്ങളത് ചെയ്തോളാം, നിങ്ങളത് പൈസ അടച്ചാൽ മതി. നമ്മൾ ഓക്കെ എന്ന് പറയുന്നത് ഓക്കെയാണ്. ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ എന്ന് ക്യൂ നിന്ന് പൈസ അടച്ചിട്ട് വേണം. അതെ, അവിടെ പ്രശ്നം എന്താണെന്നറിയോ? ഇവർ ഈ ചെയ്തേക്കുന്ന ഫെസിലിറ്റിയിൽ പൈസ കുറവാ.
സർവീസ് ചാർജസ് കുറവായിരിക്കും ഗവൺമെന്റില്. അപ്പൊ അത്രയും മാൻ പവർ ശരിക്കും കുറച്ചല്ലേ ഉപയോഗിക്കണ്ടേ? എടോ അവിടെ അത് ഇല്ലെന്ന്. ഇവിടെ ഇരിക്കുന്നവരെ കണ്ടില്ലേ, അവർ ബ്ലഡ് എന്തുകൊണ്ട് കൊടുത്തു വിടുന്നു? ലാബിൽ നിന്നുള്ള ഒരാൾ ഒരു സൈക്കിൾ അടിച്ച് ഈ ബ്ലഡ് മൊത്തം കളക്ട് ചെയ്തുകൊണ്ട് വന്ന് റിസൾട്ട് വരുമ്പോൾ റിസൾട്ട് അവിടെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ വാർഡിലും ഡോക്ടറുടെ സിസ്റ്റത്തിലും കാണുന്ന സിസ്റ്റം അവിടെ ഉണ്ടാക്കി വെച്ചാൽ വെച്ചാൽ അവിടുത്തെ ക്രൗഡ് പകുതിയാവും. ഡബിൾ ആയിട്ടുള്ള സർവീസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ കമ്പ്യൂട്ടർ ഇല്ല. മാവേലിക്കരയില് എന്റെ നാട്ടിൽ മാവേലിക്കരയില് ശ്രീകണ്ഠ പിന്നെ അവിടെ ആണെങ്കിൽ ഒരു കണ്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഒരു 12-13 വർഷം മുന്നേ, ഇപ്പം എങ്ങനെ എനിക്കറിയത്തില്ല, 12-13 വർഷം മുന്നേ അവിടെ ചെന്ന് നമ്മളൊരു കാർഡ് എടുത്ത് കഴിക്കാം. നമുക്ക് ഈ പേപ്പറില്ല, അതായത് ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഈ തന്നേക്കുന്ന ഇപ്പം നമ്മുടെ ഈ ചീട്ടുണ്ടല്ലോ, ഈ ചീട്ട് അവിടെ ഇല്ല. അന്ന് നമ്മുടെ ഒരു കാർഡ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ UHID കാർഡ് ഞാൻ കാണിക്കാം. ഓ, അങ്ങനെ കാർഡ് വരും അല്ലേ? UHID നമുക്ക് UHID കാർഡുണ്ട്. ഇത് കണ്ടോ, ഇത് എൻ്റെ UHID കാർഡാണ്. അതിപ്പോ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട്. ജനറൽ ഹോസ്പിറ്റലിലെ UHID കാർഡായത്. ജനറൽ ഹോസ്പിറ്റൽ നല്ല UHID കാർഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെ പോകണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ കാർഡ് കൊണ്ട് കാണിച്ചാൽ മതി. ഈ കാർഡ് കൊണ്ട് കാണിച്ച് നമുക്ക് പിന്നെ നമ്മുടെ ഈ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യാം, നമ്മുടെ റെക്കോർഡ് എൻ്റർ ചെയ്യാം. ഞാൻ ഈ റെക്കോർഡ് എൻ്റർ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയാലും ഞാൻ ഈ കാർഡാണ് കാണിക്കും. എൻ്റെ നമ്മുടെ ക്യാമറയിൽ ഇത് കാണിച്ചു. എൻ്റെ UHID നമ്പറും കണ്ടോട്ടെ, ഒരു വിഷയമില്ല. മനസ്സിലായോ? വേണ്ടേ? UHID നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആധാർ കാർഡ് വെച്ച് നമുക്ക് എടുക്കാം ഓൺലൈനിൽ. അത് E-Health എന്ന് പറയുന്ന ഗവൺമെന്റ് ഇതിൽ അല്ലെന്നുണ്ടെങ്കിൽ M-Health എന്ന് പറയാം. എൻ്റെ ഫോൺ ഇപ്പോൾ ഓഫാ. തൻ്റെ ഈ ഫോണിൽ കിട്ടുമോ? കാണിക്കണ്ടെന്നേ. M-Health എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. M-Health എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഈ സാധാരണ സ്വിഗ്ഗി ഒക്കെ സൊമാറ്റോ ഒക്കെ ഓർഡർ ചെയ്തില്ലേ, ഇതേപോലെ ആധാർ കാർഡ് നമ്പർ സിമ്പിളായിട്ട് നമുക്ക് UHID നമ്പർ എടുക്കാൻ പറ്റും. ഈ നമ്പർ വെച്ചിട്ട് കേരളത്തിലെ ഏത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും നമുക്ക് അപ്പോയിൻമെൻറ്റ് ഓൺലൈനിൽ എടുക്കാൻ പറ്റും. മനസ്സിലായോ? ഈ UHID കാർഡ് വെച്ചിട്ട് ഇതിനകത്തോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതി. അവിടെ ഇതേപോലത്തെ കാർഡാണ്. പക്ഷെ ഞാൻ ചോദിച്ചേ, ഇതിനകത്ത് ഇപ്പൊ എന്താ ഞാൻ പറയാം, ഞാൻ ഹോസ്പിറ്റലിന്റെ കേസ് ഞാൻ പറയാം. ഇതെങ്ങാണ്ട് 50 രൂപ അങ്ങോട്ട് എനിക്ക് അറിവുള്ളൂ. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇതിനകത്ത് ഇപ്പൊ എന്തൊക്കെ റെക്കോർഡ് ഉണ്ട് തന്റെ? ഞാനിപ്പോൾ ഈ കാർഡ് ഉണ്ടാക്കിയതിന് ശേഷം ഇത് 2ാമത്തെ പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. കഴിഞ്ഞ പിന്നെ ഇതിന്റെ റെക്കോർഡുണ്ട്, ഇപ്പൊ ഇതിന്റെ റെക്കോർഡുണ്ട്, ഓൾറെഡി ഉണ്ട്. കംപ്ലീറ്റ് റെക്കോർഡും കിട്ടും. ഇപ്പൊ അത് അവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ള പ്രശ്നം അല്ലല്ലോ, നമുക്ക് കിട്ടും. അതല്ല നമുക്ക് പ്രിന്റ് കിട്ടും. ഇല്ല, നമുക്ക് ആപ്പിൽ കിട്ടും. ആപ്പിൽ കിട്ടുമോ? ആപ്പിൽ കിട്ടും. അത് എഴുതിയ മരുന്നിന്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇതിപ്പോ ഇന്നിപ്പോ മൊബൈൽ ഇപ്പോൾ ഓഫ് ആയതുകൊണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ റെക്കോർഡൊക്കെ ഉണ്ടോ എനിക്ക് ബില്ലടച്ച റെക്കോർഡൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് കാണുമായിരിക്കും. ആ ഹോസ്പിറ്റൽ അന്ന് ഈ ഇതുപോലത്തെ കാർഡാ, കണ്ടിയൂരുള്ള ഹോസ്പിറ്റൽ ഇതുപോലത്തെ കാർഡാ. ഇത് മറ്റേ പ്രൈവറ്റ് കിട്ടത്തില്ല അവർക്കല്ല. അതാ ഞാൻ പറഞ്ഞു, ആ ഹോസ്പിറ്റലിലെ കാർഡ് ഇതുപോലത്തെ കാർഡാ. ഒറ്റ കാർഡേ പാടുള്ളൂ. ആ കാർഡ് കൊണ്ട് നമ്മൾ നേരെ ഡോക്ടർ എടുത്തില്ല, ഡോക്ടർ എടുത്ത് തന്നിട്ട് കാർഡ് കാണിക്കുക. നമുക്കൊരു ടോക്കൺ നമ്പർ തരും. അപ്പൊ ചെറിയൊരു പേപ്പർ ടോക്കൺ നമ്പർ തരും. എന്നിട്ട് ആ പുള്ളി ആണെങ്കിൽ അവിടെ എൻട്രി ചെയ്യും. എൻട്രി ചെയ്തിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ചോദിച്ചു, ഡോക്ടറെ അപ്പം പിന്നെ മരുന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. മരുന്ന് എഴുതി പേപ്പർ എന്തെന്ന് ചോദിച്ചു. പേപ്പറൊന്നും വേണ്ട, അവിടെ പിന്നെ ഈ കാർഡ് കൊണ്ട് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ നേരെ അവിടെ കാർഡ് കൊണ്ട് കാണിച്ചു. കാർഡ് കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്തോ ചെയ്തും വെച്ചിട്ട് അവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞു. അന്ന് എന്തോ ചെയ്തെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഇവരെല്ലാം എൻട്രി ചെയ്യുകയോ സ്കാൻ ചെയ്യുകയോ ചെയ്തിട്ടായിരിക്കും. ഞാൻ അവിടെ കുത്തിയിരുന്നു. ആ ടൈം ആയപ്പം ഞാനവിടെ ഇരുന്നിട്ട് ടൈം ആയപ്പോൾ അവരുടെ പേര് വിളിച്ചപ്പോൾ ഞാൻ കാർഡും കൊണ്ട് ചെയ്തു. കാർഡ് സ്കാൻ ചെയ്തിട്ട് മരുന്ന് തന്നിട്ട് മരുന്നെല്ലാം എടുത്ത് വെച്ചിട്ട് പറഞ്ഞു അവിടെ പോയി ബില്ലടിച്ചിട്ട് വരാൻ പറഞ്ഞു. നേരെ അവിടെ പോയി കാർഡ് കാണിച്ചു, ബില്ലടച്ചു, ഇവിടെ വന്ന് മരുന്ന് മേടിച്ചു, ഞാൻ വീട്ടിൽ പോയി. പേപ്പർ വലിയൊരു തേങ്ങയില്ല. എക്സ്റേ എടുത്തു. അന്ന് എക്സ്റേ എടുത്തു. ഞാൻ എക്സ്റേ എടുത്തിട്ട് എക്സ്റേയുടെ ഫിലിം പോലും എനിക്ക് അവർക്ക് ഹോസ്പിറ്റലിലെ സിസ്റ്റം സെർവറിലെല്ലാം ഉണ്ട്. അത് അന്ന് അവിടെ ഡിജിറ്റൽ എക്സ്റേയാ. ഏത് ഹോസ്പിറ്റലായിരിക്കും പറയുന്നത്? കണ്ടിയൂര് മെഡിക്കൽ കോളേജ് അല്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. കണ്ടിയൂര് അമ്പലത്തിന്റെ അടുത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്. അതിപ്പോ അമൃതയിലാണല്ലോ. അങ്ങനെയൊക്കെയാണോ? എടോ ഞാൻ പറഞ്ഞ 10-13 വർഷം മുമ്പല്ല. ഞാൻ അമൃതാനന്ദമയിൽ 2002 അമൃതയൊക്കെ ഹൈടെക് ഹോസ്പിറ്റലല്ലേ ഇത്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മാവേലിക്കര ഓണംകറ മൂലമുള്ള ഇപ്പൊ അതൊക്കെ ഓക്കെയാ. ഞാൻ പറഞ്ഞ 2002 എന്റെ എക്സ്റേ എടുത്തിട്ട് 6 സൈഡിൽ നിന്നുള്ള എക്സ്റേയും ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ സംവിധാനം ഉണ്ടായിട്ട് ഡിജിറ്റൽ എക്സ്റേ വരെ ഇവിടെ ഉണ്ട്. എന്നിട്ട് ഇവിടെ അത് സിസ്റ്റത്തിൽ കയറ്റാൻ പറ്റുന്നില്ലെന്നേ. അതല്ലേ ഞാൻ പറഞ്ഞു. ഇവിടെ ഞാൻ ബ്ലഡ് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവിടെ കമ്പ്യൂട്ടറിന്റെ കഥ പറഞ്ഞു. അവിടെ നിന്ന് സ്റ്റാഫ്
ഞങ്ങൾ വെച്ച് കമ്പ്യൂട്ടറില്ലേ സിസ്റ്റം നിൽക്കുമ്പോൾ അവിടെ ഉണ്ട് മോണിറ്റർ ഇരിപ്പുണ്ട് വർക്ക് ആവുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ ഇതിൻ്റെയൊക്കെ ബാറ്ററി 3 വർഷം മുമ്പ് കൊണ്ടുവച്ചിട്ട് ബാറ്ററി ദഹിച്ച് കഴിഞ്ഞപ്പോഴാണ് CPU-യും മോണിറ്ററും വന്നത്. അതായത് ഒരു മുറി നിറച്ച് ബാറ്ററിയാണ് പുള്ളി പറയാം, അവിടെ ഇരിപ്പുണ്ട് ഒരു മുറി നിറച്ച് ബാറ്ററി ഇരിപ്പുണ്ട്. പക്ഷെ അതെല്ലാം 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം പാസ്സായത്. എക്സ്പയർ ആയി ദ്രവിച്ചു പോയി, തീർന്ന്. അതിന് ഒന്നിനും കൊള്ളത്തില്ല, അവിടെ ഇരുന്ന് നശിച്ചു പോയി. കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്നാ കാണാം. എന്നുവെച്ചാൽ ഇവർ ഇത്രയും ബാറ്ററി എല്ലാം മേടിക്കരുതാ. ഇത് രണ്ടും ഒന്നിച്ച് പാസ്സാക്കേണ്ട സാധനമല്ലേ? അത്രയും അഴിമതിയാ. അത് അഴിമതി, അനാസ്ഥയല്ല. ഇത് രണ്ടും കണ്ടാൽ മനസ്സിലാകത്തില്ല. ബാറ്ററി കച്ചവടം നടത്തുന്ന പരിപാടിയുടെ ബില്ല് വേഗം പാസ്സാക്കി വിട്ടിട്ട് അവൻ്റെ എന്നുള്ള നക്കാപ്പിച്ച മേടിച്ചാണ് ഈ തെണ്ടികൾ. ഇതിന് കമ്പ്യൂട്ടറിൻ്റെ സാധനം കുറച്ച് ലേറ്റായി കാണും, തപ്പി നടക്കുവാന്ന്. മറ്റേ ടീമുണ്ടല്ലോ ഈ കമ്പ്യൂട്ടർ പരിപാടിയായിട്ടൊക്കെ ഇരുന്ന കുറെ അഴിമതിക്കാർ. ഞാൻ ഇനി വഴി കിടന്ന് ചത്തെന്ന് പറഞ്ഞാലും ഞാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോയില്ല, ഉള്ള കാര്യം പറയാം. കാരണം ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഒരു സുഖമില്ലാത്ത ഇടപാടല്ലേ അങ്ങനെ ആയി പോയി. വഴി കിടന്ന് ചത്തെന്ന് പറഞ്ഞാൽ. പക്ഷെ വേറൊരു കാര്യം പറയണം, എൻ്റെ അമ്മ ഞാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പിന്നെ ചികിത്സിച്ചതാണ്, ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഞാൻ വേറെ എവിടെ ചികിത്സിച്ചില്ലെങ്കിലും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ചികിത്സിപ്പിക്കില്ല, ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സിപ്പിക്കില്ല. കാരണം അവിടുത്തെ കാട്ടി ബെറ്റർ സർവീസ് കളമശ്ശേരി മെഡിക്കൽ കോളേജിനെ കാട്ടി ഒരു 80% ബെറ്റർ സർവീസ് ഇവിടെ തന്നെയാണ്. എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒരു നെഗ് അടിച്ച് മൊത്തത്തിൽ ഒരു പരാജയം പോലെ. പരാജയമാണ് എല്ലായിടത്തും. ഒരു മെഡിക്കൽ കോളേജിന് പേരേ ഉള്ളൂ, പക്ഷെ വലിയ കെട്ടിടമൊക്കെ പണിയുന്നുണ്ട് അവിടെ. ക്യാൻസർ റിസർച്ച് സെന്റർ ഉണ്ട്, അങ്ങനെ കുറെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അല്ലാതെ ജനറൽ കേസുകൾ ഡീൽ ചെയ്യുന്ന കാഷ്വാലിറ്റി ഒക്കെ ഭയങ്കര ശോകം. ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ ഡോക്ടർമാരൊക്കെ മരിച്ചവര് അവിടെ ചികിത്സിക്കണേ. നമ്മുടെ ഗോൾഡ് സൂക്കൊക്കെ വലിയ കെട്ടിടമാണല്ലോ. അത് ശരിയാ, ഗോൾഡ് സൂക്ക് വലിയ കെട്ടിടത്തിന് പരിവും വെച്ചാളൊന്നും പറയാം. അതല്ലേ ഞാൻ പറഞ്ഞത്, അവിടെ കുറെ കെട്ടിടം പണിയുന്നുണ്ടെന്നാ പറഞ്ഞു. ഇതുപോലെ ഗോൾഡ് സൂക്ക് വലിയ കെട്ടിടമാണല്ലോ. പിന്നെ അതാ പറഞ്ഞ അങ്ങനെ വെറുതെ കുറെ പണിത് കെട്ടിട്ടുണ്ട് അവിടെ, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയാം. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ ഇതൊന്നും ശരിയാവുന്നില്ല. കാരണം ഞാൻ പറയില്ലേ, ഈ ലാബ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഈ ലാബ് കാണണോടോ. വെറും ബ്ലഡ് കൊടുക്കുന്ന സ്ഥലത്ത് നടന്ന സംഭവമാണ്. പിന്നെ കാഷ്വാലിറ്റി അങ്ങ് കുളമായി കിടക്കുന്നു. എന്നിട്ട് ആ ഡോക്ടർമാർ കഷ്ടപ്പെടുക, അവര് മരിക്കാറായെന്നായിരിക്കും. എൻ്റെ പെങ്ങളുടെ മോനെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവരുടെ കാലിൻ്റെ മുട്ടിന് ഇത് പ്രശ്നമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഒരു സ്ട്രെച്ചർ നിന്നിട്ട് ഞാൻ ആംബുലൻസുമായിട്ട് ചെന്നിട്ട് അത് സ്ട്രെച്ചറിന് വേണ്ടി ഞാൻ അവിടെ തെണ്ടി നടന്നിട്ട് വെറുതെ കിടക്കുന്ന സ്ട്രെച്ചർ, കാഷ്വാലിറ്റി കിടക്കുന്നവൻ അപ്പുറം സൈഡിലോട്ട് സ്ട്രെച്ചർ കൊടുക്കുക. അതായത് ഞാൻ പറയത്തില്ലേ, എൻ്റെ വീട്ടിൽ നിൽക്കുന്ന മരമാണ്, എൻ്റെ വീട്ടിൽ നിൽക്കുന്ന മരം അപ്പുറത്തെ വീട്ടിൽ, അല്ലെങ്കിൽ പിന്നെ ഇത് എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന എന്താ തൂമ്പയാ, നിന്റെ വീട്ടിൽ വേറെ തൂമ്പയില്ലേ, അത് ഇട്ടെങ്കിൽ തെറ്റിയാൽ മതി, എൻ്റെ തൂമ്പയിട്ട് എത്തണ്ട എന്ന് പറയുന്ന പോലുള്ള സെറ്റപ്പാണ് അവിടെ. എടേ നീ എവിടത്തെയാണെങ്കിലും. എന്നിട്ട് അവസാനം ഞാൻ അവിടെ ചെന്നിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട്, അവിടെ സെക്യൂരിറ്റി എടുത്തൊക്കെ ബഹളം ഉണ്ടാക്കിയിട്ട് കിട്ടുമായിരിക്കും അല്ലേ. എടി കുഞ്ഞിനെ കൊണ്ട് കാണിക്കണ്ടേ, ഡോക്ടർ ഒരു സമയം കഴിഞ്ഞാൽ പോവും. ഞാൻ 1.5 മണിക്കൂറായിട്ട് സ്ട്രെച്ചറിന് നടക്കുക. ആംബുലൻസിന്റെ പൈസ കൊടുത്ത് പറഞ്ഞു വിടണ്ടേ? അവർക്കൊരു ഓട്ടം വന്നു കഴിഞ്ഞാൽ, എമർജൻസി യൂത്തിന്റെ ലൈഫ് സേവിങ്ങിൻ്റെ ഒരു ഓട്ടം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെടുക്കും? ആംബുലൻസ് അവിടെ കിടക്കുക. ഞാൻ 1.5 മണിക്കൂർ സ്ട്രെച്ചറിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക. ഞാൻ ഈ 2-3 വർഷം മുമ്പത്തെ കഥ പറഞ്ഞത്. കാരണം ഓരോ പ്രാവശ്യം അവനെ കൊണ്ട് അവനെ ഈ പിന്നെ കാലിൻ്റെ മുട്ടിന് പ്രശ്നമുള്ളത് കാരണം നമുക്ക് ഇരുത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല, കിടത്തിക്കൊണ്ടേ പോകാൻ പറ്റുള്ളൂ. അതാണ് ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ ബഹളം ഉണ്ടാക്കി. പിന്നെ ഈ സ്ട്രെച്ചർ ഞാൻ തന്നെ പോയി, ഈ സ്ട്രെച്ചർ കൊണ്ട് ആരും കൂടെ വന്നില്ല, എന്തോ പിണങ്ങി. ഞാൻ ഈ സ്ട്രെച്ചർ അവിടുത്തെ കൊണ്ടുപോയെന്നും പറഞ്ഞുകൊണ്ട് OP-യിലേക്ക് വേറെ സ്ട്രെച്ചറുണ്ട്, ഇവിടുത്തെ കാഷ്വാലിറ്റി സ്ട്രെച്ചർ വേറെ. എടേ എന്ത് വന്നാലും പേഷ്യൻസിന് വേണ്ടിയല്ലേ ഡേ. എന്നിട്ട് അവൻ പിണങ്ങിയിട്ട് വന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. എൻ്റെ കൊച്ചിനെ നോക്കട്ടെ, അങ്ങനെ കൊച്ചിനെ നോക്കട്ടെ, എൻ്റെ ഉത്തരവാദിത്വം ഇല്ല, അവൻ്റെ ഉത്തരവാദിത്വം ഇല്ലല്ലോ. ഞാൻ പിന്നെ ഞാൻ പിന്നെ എല്ലാവരോടും പറഞ്ഞത് അമ്മയുടെ കേസ് എന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞ് കളമശ്ശേരി പിടിക്കാം. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എല്ലാവരോട് കളമശ്ശേരി കൊണ്ടുവന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പോയിട്ട് സുഖമാകാമെന്ന് ഞാൻ പറഞ്ഞ് ഇനി കളമശ്ശേരിയുടെ കച്ചേരി വേണ്ട. പിന്നെ അച്ഛനെയും എല്ലാം ഇവിടെ പിന്നെ ജനറൽ ഹോസ്പിറ്റലാണ് പിന്നെ ട്രീറ്റ് ചെയ്തത്.